കോളേജൊക്കെ കഴിഞ്ഞേക്ക് തന്നെ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്നുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ അത്ര ആഗ്രഹിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ലൈഫ് സീക്രട്ട്. ഹൗ ടു ബിക്കം എ ഓണ്ടർപ്രണർ, സക്സസ്ഫുൾ ആൻഡ് റിച്ച്. ഇനി നിങ്ങളെ കുറിച്ച് പറയാം. ഇതാണ് നിങ്ങളെ പ്രത്യേകത. നിങ്ങൾക്ക് ഒരുപാട് പൈസ ബാക്കപ്പ് ഒന്നും ഉണ്ടാവില്ല, ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യാൻ മാത്രമല്ല. അതേപോലെ തന്നെ നിങ്ങൾ IIT IIT പോലുള്ള വലിയ കോളേജുകളിൽ പഠിച്ച ആളായിരിക്കാൻ സാധ്യത വളരെ കുറവേക്കാരം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹൈലി മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളെ കറക്റ്റ് ഗൈഡ് ചെയ്യാൻ മാത്രമുള്ള ഒരു ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓണ്ടർപ്രണർ നിങ്ങൾക്ക് മെന്ററായിട്ട് ഉണ്ടായിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് നല്ലൊരു ബിസിനസ് ഐഡിയ കിട്ടിയാൽ തീരാവുന്ന പ്രശ്നം നമുക്കുള്ളൂ. യെസ്, ഇതായിരിക്കും നമ്മളെ സാധാരണ ചിന്ത. പക്ഷെ ഐഡിയ ഈസ് നത്തിങ്. ബട്ട് നിങ്ങൾക്കൊരു ഹൈലി സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ആ സീക്രട്ട്. പ്രാക്ടിക്കലി മാർക്കറ്റിൽ നടക്കുന്ന കാര്യം. സ്റ്റെപ്പ് 1, നിങ്ങളൊരു സ്കിൽ സെറ്റ് കരസ്ഥമാക്കണം. ഏതൊരു ബിസിനസ്സുകൾക്കും ഏതൊരു സ്റ്റാർട്ടപ്പുകൾക്കും ആവശ്യമുള്ള ഡിമാൻഡുള്ള സ്കിൽ സെറ്റ്. സെയിൽസ് ആവാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവാം. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തു നിന്നുകൊണ്ട് ഒരിക്കലും ഒരു മാർക്കറ്റിലെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലെ ഏറ്റവും അർജന്റ് ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തിനെ കുറിച്ച് അറിയാൻ ഒരു ഓപ്ഷനും ഉണ്ടാവില്ല. നിങ്ങൾ ആ ഇൻഡസ്ട്രിന്റെ ഉള്ളിൽ ഇൻവോൾവ് ആണ് വരെ ആയിട്ട് ആ ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും ടോപ്പസ്റ്റ് പ്രോബ്ലത്തിനെ കുറിച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻഡസ്ട്രിനെ കുറിച്ച് അറിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടലൊക്കെ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഐഡിയ കിട്ടൽ ബുദ്ധിമുട്ടേക്കാരം. പകരം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇൻഡസ്ട്രി ഏതാണെന്നൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. അതിലുള്ള ഏറ്റവും ബെസ്റ്റ് സ്റ്റാർട്ടപ്പുകളെ പോയി നോക്കുക, അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവർക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുക. ഈ നിങ്ങൾ ഈ സ്കിൽ സെറ്റ് വെച്ചിട്ട് ഓക്കെ അതിന് റെഡി ആവുക. സ്റ്റെപ്പ് 3, അതിലൂടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണൽ നെറ്റ്വർക്ക് ഇൻക്രീസ് ചെയ്യുക, ഓണ്ടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റും എക്സ്പോഷറും ഇൻക്രീസ് ചെയ്യുക. അതിലൂടെ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് എങ്ങനെയാണ് ഫണ്ടമെന്റലി വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ദെൻ സ്റ്റെപ്പ് 4, സ്റ്റാർട്ട് യുവർ ഓൺ. നിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഓയോന്റെ ഫൗണ്ടർ ഒന്നും ഫുൾ എക്സ്പോഷർ കിട്ടിയിട്ടല്ല സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുള്ളത്. എഗ്രി. ലക്ഷക്കണക്കിന് ഇന്ത്യൻ ഓണ്ടർപ്രണേഴ്സിൽ ബിലോ 1% മാത്രമാണ് ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ നിങ്ങൾ അത്ര വലിയൊരു ലക്കി സ്റ്റാർ ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് സജസ്റ്റ് ചെയ്യില്ല. പക്ഷെ ഇതൊരു മാർക്കറ്റിൽ പ്രാക്ടിക്കൽ ഫോർമുലയാണ്. നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ.